ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് സ്വാഗതം. പദവികൾ നിയമനങ്ങൾ എന്താണെന്ന് നോക്കാം കേട്ടോ. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷ ക്രിസ്റ്റി കവൻട്രിയാണ്. ഈ പദവിയിലെത്തിയ ആദ്യത്തെ വനിത. നിലവിൽ സിംബാബ്വേയുടെ കായിക മന്ത്രിയാണ്. IOCയുടെ 10ാമത്തെ പ്രസിഡന്റ്. അന്താരാഷ്ട്ര ഒളിമ്പിക്സ് കമ്മിറ്റി അധ്യക്ഷയായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. സിംബാബ്വേയുടെ ദേശീയ നീന്തൽ താരമാണ്. 2004 ഏതൻസ്, 2008 ബെയ്ജിംഗ് ഒളിമ്പിക്സുകളിൽ സ്വർണം നേടിയ താരം കൂടിയാണ്. ആരാണ്? ക്രിസ്റ്റി കവൻട്രിയാണ് കേട്ടോ. നാസയുടെ ആദ്യ വനിതാ മേധാവി ജാനറ്റ് പെട്രോ. ആരാണ്? ജാനറ്റ് പെട്രോ ആണ്. നാസയുടെ ഇടക്കാല മേധാവിയായിട്ടാണ് നിയമനം. നാസയുടെ ജോൺ എഫ് കെന്നഡി സ്പേസ് സെന്റർ ഡയറക്ടർ കൂടിയാണ് ജാനറ്റ് പെട്രോ. നാസയുടെ പുതിയ മേധാവിയായി ജാരദ് ഐസക്മാൻ്റെ നിയമനം US സെനറ്റ് അംഗീകരിക്കുന്നത് വരെയാണ് ജാനറ്റ് പെട്രോയെ ഇടക്കാല മേധാവിയായി നിയമിച്ചത്. 2005 ഗ്ലോബൽ ടീച്ചേഴ്സ് പ്രൈസ് നേടിയത് മൻസൂർ അൽ മൻസൂർ. ആരാണ്? മൻസൂർ അൽ മൻസൂർ ആണ് കേട്ടോ. സൗദി അറേബ്യയിൽ നിന്നുള്ള അധ്യാപകനാണ്. അധ്യാപന രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിക്ക് നൽകുന്ന പുരസ്കാരമാണ്. പുരസ്കാരം നൽകുന്നത് വർക്കി ഫൗണ്ടേഷനാണ്. പുരസ്കാര തുക $10 ലക്ഷം ആണ്. പ്രഥമ പുരസ്കാര ജേതാവ് നാൻസി അറ്റുവെല്ലാണ്. 2025 മൗറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ചത് നരേന്ദ്രമോദിക്കാണ്. ഗ്രാൻഡ് കമാൻഡ് ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ എന്ന ബഹുമതിയാണ് ലഭിച്ചത് കേട്ടോ. ഈ ബഹുമതി ലഭിക്കുന്ന 5ാമത്തെ വിദേശ പൗരനാണ് നരേന്ദ്രമോദി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതി നൽകിയ 21ാമത്തെ രാജ്യമാണ് മൗറീഷ്യസ്.